+2 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സിലെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റിട്ടൺ എഗ്രിമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻ എ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ ബി മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ സി പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് ദ റിട്ടൺ എഗ്രിമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ്, പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഡാഷ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. ഓപ്ഷൻസ് വായിക്കാം. എ സാലറി, ബി ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ക്യാപിറ്റൽ റേഷ്യോ, സി ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ അറ്റ് 6% പെർ ആനം, ഡി കമ്മീഷൻ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ അറ്റ് 6% പെർ ആനം ആണ്. ബാക്കിയൊരു സാധനവും നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ഒരു ആബ്സെൻസിൽ പാർട്ട്നേഴ്സിന് കിട്ടുന്നതല്ലായിരിക്കും. സാലറി കിട്ടില്ല, അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈക്വലി ആയിരിക്കും, കമ്മീഷനും കിട്ടുന്നതല്ലായിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പാർട്ട്നേഴ്സ് കമ്മീഷൻ ഇസ് ക്രെഡിറ്റഡ് ടു. നമുക്കറിയാം ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ടാണുള്ളത്, കറൻറ്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ മാത്രമേ എഴുതുള്ളൂ, അതായത് പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ മാത്രമേ നമ്മൾ എഴുതുള്ളൂ. കറൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതും. സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടെ പാർട്ട്നേഴ്സ് കമ്മീഷൻ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റഡ് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റഡ് ആവുന്നത്? നമ്മുടെ ഓപ്ഷൻ എ ആണ്, കറൻറ്റ് അക്കൗണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രോഫിറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ടു. ഓപ്ഷൻസ് വായിക്കാം. എ ക്യാപിറ്റൽ അക്കൗണ്ട്, ബി ഡ്രോയിങ്സ് അക്കൗണ്ട്, സി കറൻറ്റ് അക്കൗണ്ട്, ഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കഴിഞ്ഞ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായവർക്ക് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.